നമസ്കാരം. അങ്ങനെ ഞങ്ങള് ആലപ്പുഴ ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. മറ്റൊരുമല്ല, ഹരിപ്പാടാണ്. ഹരിപ്പാട് ചരിത്ര പ്രസിദ്ധമായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ. ഹരിപ്പാട് ഇത്തവണ പറയാൻ പോകുന്ന രാഷ്ട്രീയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ മണ്ഡലം തെരഞ്ഞെടുത്തതിന് കാരണവും. രമേശ് ചെന്നിത്തല എന്ന കോൺഗ്രസിന്റെ അതികായന് സുരക്ഷിതമായി വിജയിച്ചു കയറാൻ കഴിയുന്ന ഒരു ഇടമാണോ ഹരിപ്പാട്? അങ്ങനെയല്ലെന്ന ചില സൂചനകൾ ഇത്തവണ വരുന്നുണ്ട്. കാരണം ഒരു ത്രികോണ പോരാട്ട മുഖം ഹരിപ്പാട് തെളിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഹരിപ്പാട് എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ 3 തവണ തുടർച്ചയായി ചെന്നിത്തല ജയിച്ച സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചെന്നിത്തല വന്ന ആധിപത്യം ഉറപ്പിച്ച പ്രതിപക്ഷ നേതാവ്, ആഭ്യന്തര മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ഹരിപ്പാട് മണ്ഡലം. അതുകൊണ്ട് തന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ തട്ടകമെന്ന് നമ്മൾ പൊതുവിൽ വിചാരിക്കും, പൊതുവിൽ അങ്ങനെ പ്രതീക്ഷിക്കപ്പെടും. പക്ഷേ ഇത്തവണ ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന ചർച്ചകൾ പലയിടത്തുമുണ്ട്. എന്നാൽ ചെന്നിത്തലയും അദ്ദേഹത്തെ ദീർഘനാളെ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവരും അദ്ദേഹത്തെ അനുയായികളും ഒക്കെ ഹരിപ്പാട് ചെന്നിത്തലയെ കൈവിടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിശക്തമായ ത്രികോണ പോരാട്ടം സിപിഐയുടെ യുവ നേതാവ് ജിസ്മോനുണ്ട്, ബിജെപിയുടെ യുവ നേതാവ് സന്ദീപ് വാചസ്പതിയുണ്ട്. അതിശക്തമായ പോരാട്ടം. ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഓരോ ദിവസവും ഹരിപ്പാട് എത്തുന്നത് തന്നെയാണ് നമുക്ക് ഇവിടെ വന്ന ആളുകൾ സംസാരിക്കുമ്പോൾ പറയാൻ കഴിയുന്നത്. അപ്പോഴും രമേശ് ചെന്നിത്തല എന്ന വളരെ പ്രധാനപ്പെട്ട സീനിയർ നേതാവിന് ഇപ്പോഴും ഒരു എഡ്ജ് ഉണ്ടെന്ന് കൂടി ആളുകൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരുപക്ഷെ UDF ഭരണം പിടിക്കുമെന്ന വലിയ പ്രതീക്ഷകളും സർവേ റിപ്പോർട്ടുകളും ഒക്കെ ഉള്ള ഒരിടത്താണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോലും സാധ്യത കൽപ്പിക്കപ്പെടുന്ന രമേശ് കടുത്ത വെല്ലുവിളിയോടെ നേരിടുന്നത്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ മാത്രമല്ല, പലപ്പോഴും ഇന്നലെ ഇന്നൊക്കെ പല അനൗൺസ്മെന്റും കേൾക്കുന്നത് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല വിജയിപ്പിക്കണമെന്നാണ്. അതായത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട്. അതിൽ വളരെ വലിയൊരു സംഖ്യ ഈ ഹരിപ്പാടും ഉണ്ടെന്ന് തന്നെ അർത്ഥമാക്കും. എന്തായാലും നമ്മൾ പരിശോധിക്കുന്നത് ഹരിപ്പാടിന്റെ രാഷ്ട്രീയമാണ്. ഹരിപ്പാട് എന്ന മണ്ഡലം ഇത്തവണ ആർക്ക് അനുകൂലമായി ചിന്തിക്കുമെന്നതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ വന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ 2 തവണയായി വിജയിച്ചു വരുന്ന ഇടമാണ്. പക്ഷേ അവിടെ ഒരു സൂചനയുള്ളത് രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടാകുന്നു എന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രവും അതിന്റെ കണക്കുകളും പരിശോധിക്കുമ്പോഴും കോൺഗ്രസിനും വെല്ലുവിളി ഉണ്ട് എന്നതാണ്. അതായത് ഈ സിറ്റിംഗ് സീറ്റ് അത്ര കണ്ട് രമേശിന് സുരക്ഷിതമാണോ എന്ന പരിശോധന കൂടിയാണ്. ഞങ്ങൾക്കൊപ്പം ഇവിടുത്തെ വോട്ടർമാരുണ്ട്, പ്രബുദ്ധരായ നാട്ടുകാരുണ്ട്, ഒപ്പം പാർട്ടി പ്രവർത്തകരും. ഈ അവസാന ഘട്ടത്തിൽ ഹരിപ്പാട് പറയാൻ പോകുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. രമേശ് ചെന്നിത്തല ഇത്ര കണ്ട് ഇത്തവണ സുരക്ഷിതനാണോ ഇവിടെ? രമേശ് ചെന്നിത്തല യാതൊരു തരത്തിലും ഇപ്പോൾ ഹരിപ്പാട് മണ്ഡലത്തിൽ സുരക്ഷിതനല്ല. കാരണം കഴിഞ്ഞ 15 വർഷക്കാലമായി ഇദ്ദേഹം ഹരിപ്പാടിന്റെ MLA ആയി തുടരുകയാണ്. നിങ്ങൾ ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ ഈ ഹരിപ്പാട് വന്നു കഴിഞ്ഞാൽ ഹരിപ്പാടിന്റെ പ്രധാനപ്പെട്ട റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ മനസ്സിലാകും. കഴിഞ്ഞ 15 വർഷക്കാലമായി അദ്ദേഹം ഇപ്പോ ഒരു പുതിയ തട്ടിപ്പ് വാക്യമായി ഇറങ്ങിയിട്ടുണ്ട്, ഹൃദയത്തിൽ ഹരിപ്പാട് എന്ന് പറയുന്നത്. നമ്മളുടെ ഹൃദയത്തിനെ സൂക്ഷിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും ആ ഹൃദയത്തിൽ കൊഴുപ്പുകൾ അടിഞ്ഞുകൂടും, ആ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഈ ഹരിപ്പാട് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഹൃദയത്തിലാണ് ഹരിപ്പാട് എന്ന് പറയുന്ന മനുഷ്യൻ ഈ മണ്ണിനെ ആ ഒരു ആത്മാർത്ഥതയോടുകൂടി ഈ മണ്ണിനെ നോക്കിയിട്ടില്ല. ഈ ഹരിപ്പാടിനെ അദ്ദേഹം സംരക്ഷിക്കുവാൻ വേണ്ടി യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ രമേശ് ചെന്നിത്തലയുടെ വിജയത്തിന് ഒരു ബ്ലോക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രമേശ് ചെന്നിത്തല ഇത്തവണ ഹരിപ്പാട് നിയമസഭയിൽ ഹരിപ്പാട് ഒന്നും നിയമസഭ കാണില്ല എന്നുള്ളതാണ്. ബ്ലോക്ക് ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഈ പറയുന്ന സാധാരണ ഒരു കുടുംബത്തിൽ ഒരു കയർ തൊഴിലാളിയുടെ മകനായി, ഒരു അംഗനവാടി വർക്കറുടെ മകനായി ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്തു വന്ന, പഠനത്തോടൊപ്പം തൊഴിലും ചെയ്തു വളർന്നു വന്ന ഒരു യുവജന പോരാളിയാണ് അദ്ദേഹം. AIFന്റെ സംസ്ഥാന സെക്രട്ടറിയായി, CPIയുടെ ദേശീയ കൌൺസിൽ മെമ്പറായി, അത്തരത്തിൽ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചു വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, ഈ നാടിന്റെ വികസന പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ നാടിനെ മുന്നോട്ട് കുതിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ് സഖാവ് TT ജിസ്മോൻ. അതുകൊണ്ട് സഖാവ് TT ജിസ്മോന്റെ വിജയം ഇത്തവണ 100% ഉറപ്പിച്ചിരിക്കുകയാണ് ഹരിപ്പാട്. ശരി, വലിയ പ്രതീക്ഷ CPIക്കുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ മറുപടി അറിയണം. നിങ്ങൾ ഇത്ര വലിയ വെല്ലുവിളി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടുന്ന കടുത്ത പ്രതിസന്ധി ഇത്തവണ ഹരിപ്പാട് ഉണ്ടോ? സത്യം പറഞ്ഞാൽ രമേശ് ചെന്നിത്തല യാതൊരു വെല്ലുവിളിയും ഹരിപ്പാട് നേരിടുന്ന ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹരിപ്പാട്ടെ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ശ്രീ രമേശ് ചെന്നിത്തല. ആ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ബ്ലോക്കും ഇല്ല. ഹരിപ്പാട്ടെ ജനങ്ങളുടെ ഹൃദയത്തിലും ഹരിപ്പാട്ടെ ജനങ്ങളുടെ മനസ്സിലും രമേശ് ചെന്നിത്തല നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും ഹരിപ്പാടിന്റെ സമഗ്ര വികസനത്തിനും ഒട്ടേറെ സംഭാവനകൾ ചെയ്ത ശ്രീ രമേശ് ചെന്നിത്തല ഹരിപ്പാട്ടെ ഓരോ ജനതയെയും വിഭൂഷണം വരെയും പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല. മാത്രമല്ല, നമുക്ക് മുൻകാല ഹരിപ്പാടിനെ പറ്റി നമുക്കറിയാം. അദ്ദേഹം MLA ആയതിനു ശേഷം, ഹരിപ്പാട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ഹരിപ്പാട് നടന്ന വികസന പ്രവർത്തനങ്ങളെ നമുക്കറിയാം. ഹരിപ്പാട് ഒരു പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തായിരുന്നു.
ഗ്രാമപഞ്ചായത്തുകൾക്ക് നമുക്കറിയാം വികസന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റിന്റെ അടക്കം ഫണ്ട് ലഭിക്കുന്നതിനുള്ള ഒരു പരിമിതി നമുക്കറിയാം. പക്ഷെ നഗരസഭയായി ഉയർത്തുമ്പോൾ നമ്മുടെ നാടിന് കൂടുതൽ വികസനവും കൂടുതൽ പുരോഗതിയും ഉണ്ടാകും. ഹരിപ്പാടിനെ നഗരസഭയായി അദ്ദേഹം ഉയർത്തുകയുണ്ടായി. മാത്രമല്ല, നമുക്ക് ഹരിപ്പാട് നഗരത്തിലോട്ട് ചെന്നാൽ നമുക്കറിയാം, പണ്ട് സർക്കാർ ഓഫീസിലോ താലൂക്ക് ഓഫീസിൽ ചെല്ലണമെങ്കിൽ ഒരു സ്ഥലത്ത് പോകണം, വില്ലേജ് ഓഫീസിൽ പോകണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകണം, സപ്ലൈ ഓഫീസിൽ പോകണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോകണം. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇതിന് പരിഹാരം കണ്ടുകൊണ്ട് ഹരിപ്പാട് നഗരത്തിന് അഭിമാനമായി റവന്യൂ ടവർ 25ഓളം സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന റവന്യൂ ടവർ ഹരിപ്പാട് നഗരത്തിൽ അദ്ദേഹം കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിക്ക് പുതിയ കെട്ടിട സമുച്ചയം അദ്ദേഹം കൊണ്ടുവന്നു. ഹരിപ്പാട് കോടതിക്ക് പുതിയ കെട്ടിട സമുച്ചയം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഹരിപ്പാടിൽ പിന്നിപ്പോയി. ഇവിടെ UDF ലോക്സഭയിൽ വിജയിച്ചിട്ടും ഹരിപ്പാട് പിന്നിൽ പോയിട്ടില്ല. നമുക്ക് വോട്ടിൽ ചില കുറവുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി നമുക്ക് യാതൊരുവിധ താരതമ്യപ്പെടുത്താനും നമുക്ക് ആ തെരഞ്ഞെടുപ്പിനെ സാധിക്കില്ല. അന്നുണ്ടായ ചില കുപ്രചരണങ്ങളും മറ്റു രാഷ്ട്രീയപരമായ ചില സാഹചര്യങ്ങളും ഉണ്ടായതാണ്. പക്ഷെ രമേശ് ചെന്നിത്തലയുടെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അനുകൂലമായ ഒരു വലിയ തരംഗമാണ്. LDF നിശബ്ദമാണ്. ഇവിടെ BJPയുമായി ചേർന്നുകൊണ്ട് LDF ഇവിടെ UDFനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതിന്റെയാണ്. LDFന്റെ പ്രചരണം വളരെ യാതൊരുവിധ പ്രചരണങ്ങളും നടത്താതെ LDF ഇവിടെ വളരെ നിശബ്ദമായി നിൽക്കുന്നത് BJPയെ സഹായിക്കാനാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മാത്രമല്ല, BJP സ്ഥാനാർത്ഥി ഇവിടെ രാഷ്ട്രീയം പറയുന്നില്ല, അദ്ദേഹം വികസനത്തെ പറ്റി പറയുന്നില്ല. BJPയുടെ സ്ഥാനാർത്ഥി ആകെ പറയുന്നത് രമേശ് ചെന്നിത്തലയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നുള്ളത് മാത്രമാണ് BJP സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്, അതായത് രമേശ് ചെന്നിത്തലയ്ക്ക് ബ്ലോക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ജിസ്മോനാണ്, CPI എന്നാണ് CPI നേതാക്കൾ. രമേശ് ചെന്നിത്തലയെ വിജയത്തിലേക്ക് പോയാൽ തടസ്സപ്പെടുത്താൻ നിൽക്കുന്നത്, തടയാൻ കെൽപ്പുള്ളത് BJPക്കാണോ അല്ല ഇവർ പറഞ്ഞ പോലെ ഈ CPIക്കാണോ? ഹരിപ്പാട് മണ്ഡലത്തിൽ LDF ചിത്രത്തിലേ ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ കാലഘട്ടങ്ങളാകെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPIയുടെ ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും ഹരിപ്പാടിന്റെ മണ്ഡലത്തിൽ ജയിച്ച ചരിത്രമേ ഇല്ല. കാലാകാലങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നടപടി ഇതാണ്. രമേശ് ചെന്നിത്തലയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനാപരമായി ഇവർ ആലോചിച്ച് CPIക്ക് സീറ്റ് കൊടുക്കുകയും ഈ സ്ഥാനാർത്ഥികളെ കൃത്യമായി തോൽപ്പിക്കും. ഈവൻ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് പ്രിയപ്പെട്ട മിസ്റ്റർ കാർത്തിയാനാണ്. അദ്ദേഹം പരാജയപ്പെട്ടു പോയി. എന്ന് പറഞ്ഞതുപോലെ സകല തെരഞ്ഞെടുപ്പുകളിലും ഇവിടുത്തെ LDFന്റെ നയം ഇതാണ്. കോൺഗ്രസിനെ അനുകൂലിച്ച് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത് രമേശ് ചെന്നിത്തലയെ ജയിപ്പിച്ചെടുക്കുന്ന. കോൺഗ്രസ് പക്ഷേ ആരോപിക്കുന്നത് LDF സൈലന്റ് ആവുന്നത് BJPക്ക് വേണ്ടി എന്നാണ്. BJPക്ക് വേണ്ടി ആരും സൈലന്റ് ആകേണ്ട സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിലില്ല. കാരണം ഇത്രയും കഴിവുള്ള ഒരു കാൻഡിഡേറ്റ് BJPക്ക് ഉള്ളപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നടപടിയാണ് CPIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹരിപ്പാടിന്റെ വികസന നായകൻ എന്ന് പറയുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല കഴിഞ്ഞ 25 വർഷമായി ഹരിപ്പാട് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നിട്ട് ഹരിപ്പാട് മണ്ഡലത്തിൽ വേണ്ടത്ര ഒരു വികസനം കൊണ്ടുവരുവാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. കുറച്ച് തോടുകൾക്ക് കുറുകെ പാലങ്ങൾ പണിതതല്ലാതെ എന്ത് വികസനമാണ് ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് MLA കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഹരിപ്പാട് മണ്ഡലത്തിലെ കുമാരപുരം, ചെറുതന, ആറാട്ടുപുഴ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ എല്ലാ റോഡുകളും തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യം. കുമാരപുരം എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഏറ്റവും ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗമായിരുന്നു കയർ മേഖല. ആ കയർ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി MLA എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? നമുക്ക് അതിലേക്ക് വരാം. ഒരു സംശയം ചോദിക്കട്ടെ. നമ്മൾ ലോക്സഭയുടെ കണക്ക് മാറ്റി നിർത്തുക. ലോക്സഭയിലും നിയമസഭയിലും കേരളത്തിൽ 2 തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. നമുക്കത് കഴിഞ്ഞ കാല അനുഭവമുണ്ട്. അപ്പം കഴിഞ്ഞ തവണ 10% താഴെ വോട്ടുകൾ മാത്രമാണ് നിയമസഭയിലൂടെ BJP നേടിയത്. ഇത്തവണ നിങ്ങൾ അത് ഇരട്ടി നേടിയാൽ പോലും 20% എത്തുകയുള്ളൂ. പിന്നെ എങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് ഫൈറ്റിൽ കളത്തിലുണ്ടായെന്ന് അവകാശപ്പെടാൻ പറ്റും? കേരളത്തിലാകെ ഇന്ത്യയിലൊട്ടൊക്കെ വന്നിട്ടുള്ള മാറ്റം ഇത്തവണ കേരളത്തിലുണ്ടാവും. കേരളത്തിൽ ഇത്തവണ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പ്രത്യേക സ്ട്രാറ്റജിയിലൂടെയാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത്തവണ BJPയുടെ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആകെയുള്ള പ്രചരണങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് എന്താ അഭിപ്രായം? പലയിടത്തും ഈ BJPയുടെ ഘടകകക്ഷികൾ, ഇന്ത്യയുടെ ഘടകകക്ഷികളാണ് പലയിടത്തും T20 മത്സരിക്കുന്നു, BDS മത്സരിക്കുന്നു. BJPയുടെ വളരെ A ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും പലയിടത്തും പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയും തിരുവനന്തപുരത്തൊക്കെ അങ്ങനെ പലയിടങ്ങളിലും ഈ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുത്തു. വലിയ ആരോപണമുണ്ട് അതിൽ. ഘടകകക്ഷികൾ മത്സരിക്കണ്ടേ? ഘടകകക്ഷികൾ ഒരു NDAയുടെ ഘടകകക്ഷികൾ അത്രയ്ക്ക് പ്രാധാന്യം അർഹിക്കുന്ന കക്ഷികളല്ലേ? അവർ മത്സരിക്കണ്ടേ? പ്രധാനപ്പെട്ട സീറ്റുകൾ എന്ന് വേറെ ഞങ്ങൾക്കില്ലല്ലോ. അല്ല, A ക്ലാസ് മണ്ഡലങ്ങളൊക്കെ ഉണ്ടല്ലോ. A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. 2020 പോലെയുള്ള ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദായ സംഘടനയിൽ ഉൾപ്പെടുന്ന പാർട്ടിയാണ് BDJS. വർക്കലയിൽ ഇതുപോലെ BDS സ്ഥാനാർത്ഥിയെ കൊണ്ട് വന്നിട്ട്
അവിടെ നിന്ന് അവസരം മാറ്റി BJP സ്ഥാനത്ത് പ്ലേസ് ചെയ്യേണ്ടി വന്നു. CPM ഒരാളെ കണ്ടെത്തി പ്ലേസ് ചെയ്യേണ്ടി വന്നു. അത് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഭാഗമല്ലേ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അത് മാത്രമല്ല അവരുടെ സന്ദീപ് വചസ്പതി യഥാർത്ഥത്തിൽ ആഗ്രഹിച്ച ചെങ്ങന്നൂരായിരുന്നാണ് പറയുന്നത്. സന്ദീപിന് അവസാനം അത്ര തൃപ്തിയില്ലാതെയാണ് ഇവിടെ ഇറങ്ങിയത്. അല്ല, സന്ദീപ് വാചസ്പതി ആഗ്രഹിക്കുന്നതല്ലോ സീറ്റ്. കേരളത്തിൽ പാർട്ടി സന്ദീപ് വാചസ്പതിയോട് ഹരിപ്പാട് മത്സരിക്കാൻ നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം ഹരിപ്പാട് മത്സരിക്കുന്നു. അതാ ഒരു സ്ഥാനാർത്ഥിയുടെയും ആഗ്രഹമല്ല. NDA സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് പാർട്ടിയുടെ ചട്ടക്കൂടുണ്ട്. അതനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായത്. എന്തായാലും ഡയറക്ട് ഫൈറ്റിൽ ഉണ്ടെന്നാണ് BJPയുടെ അവകാശവാദം. ഈ ഇടതുപക്ഷം ഇത്തവണ ഡയറക്ട് ഫൈറ്റ് നിങ്ങൾ ചിത്രത്തിലില്ല, കോൺഗ്രസും BJPയുമാണ് ഡയറക്ട് ഫൈറ്റിലെന്നാണ് BJPയുടെ അവകാശവാദം. യഥാർത്ഥത്തിൽ ഈ BJPയുടെ ഫൈറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യതയിലോട്ട് വരും? അല്ല, ഇത് ഇവര് രണ്ടു കൂട്ടരും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടത്തുന്ന ഒരു കുപ്രചരണത്തിന്റെ ഭാഗമാണ്. ഇവര് പറയുന്നത് ശരിയാണ്. ഈ പറയുന്ന രീതിയിൽ ഇവര് കോടിക്കണക്കിന് രൂപ ഈ മണ്ഡലത്തിൽ ഈ രണ്ട് മുന്നണികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് കാണാൻ കഴിയും. ഇവർ ഈ പറയുന്ന പ്രചരണത്തിൽ ഞങ്ങൾ ഇവർ ഈ പറയുന്ന രീതിയിൽ പിന്നിലാന്ന് പറയുന്നത് ഇവർ കാശിന്റെ കാര്യം വെച്ചിട്ടാണ്. ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ, ഒരു BJP ഒരു 30-10 ബോർഡ് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം 40-10 ബോർഡ് UDF വെക്കുകയാണ്. അപ്പൊ അത്ര തരത്തിൽ കോടിക്കണക്കിന് രൂപ വ്യാപകമായി മണ്ഡലത്തിൽ അധികമായി ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ UDFും BJPയും പറയുന്നത് ഞങ്ങൾക്കെതിരെ പറയുന്ന ഒരു കാരണം. ഞങ്ങൾ സാധാരണക്കാരന്റെ പാർട്ടിയാണ്, എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും പാവപ്പെട്ടവനാണ്. സാധാരണ വീട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധാരണ കുടുംബത്തിൽ നിന്നും വളരെയധികം ജീവിത പ്രതിസന്ധികളെ നേരിട്ട് വന്നൊരു സ്ഥാനാർത്ഥിയാണ്. പിന്നെ ഞങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളോടൊപ്പം ഉണ്ട്. ഇന്നും രാവിലെ ഞങ്ങൾ ഒരു 6:30 മുതൽ വീടുകൾ കയറിയിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വരെ ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ നാട്ടിലെ സമൂഹത്തിലെ ജനങ്ങൾക്കിടയിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലെ CPI എന്നൊന്നും CPM ഒന്നും വ്യത്യാസമല്ല. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് എല്ലാവരും സംയുക്തമായി നിന്നുകൊണ്ട് ഇത്തവണ എന്തായാലും ഹരിപ്പാട് ഇടതുപക്ഷത്തിന്റെ ഒരു വിജയം ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഡീലാണെന്ന് ഇവർ പറയുന്നു, അവർ തിരിച്ചു പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഇവിടെ നിന്നും ജയിച്ചു പോയതിന്റെ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയാൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. BJPയുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല നിയമസഭയിലേക്ക് കഴിഞ്ഞ 3 സമയം പോയിട്ടുള്ളത്. ഈ കഴിഞ്ഞ 3 ടേമുകളിലും ഇവിടെ മത്സരത്തിലുള്ള വളരെ നിസ്സാരനായിട്ടുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. അപ്പോൾ ഇത്തവണയെങ്കിലും BJP കൃത്യമായിട്ട് അവരുടെ വോട്ട് പിടിച്ചാൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായ വിജയം ഹരിപ്പാട് മണ്ഡലത്തിൽ നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചെന്നിത്തല എപ്പോഴും നേടുന്ന ഒരു ആരോപണമാണ് BJP വോട്ട് കൂടി കൊണ്ടാണ് ജയിച്ചു വരുന്നത്. ഒരു വാർത്താ സമ്മേളനം ഒരു 2015-14 തോന്നുന്നു, വാർത്താ സമ്മേളനം 14 തോന്നുന്നു. അദ്ദേഹം ചോദിക്കുന്നു അവിടെ BJPയുടെ വോട്ട് കുറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് താങ്കളുടെ ഭൂരിപക്ഷം കൂടുകയും ചെയ്തു. അപ്പൊ ചെന്നിത്തല പറഞ്ഞ മറുപടി BJPയുടെ വോട്ട് കുറയുന്നതിലെ നല്ലതെന്നുള്ളതാണ്. അദ്ദേഹം ആ രീതിയിലാണ് പൊളിറ്റിക്കലി മാറ്റിയത്. അത്ര ഒരു ആരോപണം എന്തുകൊണ്ടാണ് ഈ രമേശ് ചെന്നിത്തല നേരിടേണ്ടി വരുന്നത് ഈ ഹരിപ്പാട് മണ്ഡലത്തില്? ഇതിനകത്തിൽ ഈ പറയുന്നത് പോലെ BJPയുടെ യാതൊരുവിധ ബാന്ധവത്തിനും കോൺഗ്രസോ UDFോ തയ്യാറാകുന്നില്ല. BJPയുടെ വോട്ട് വാങ്ങാനും ഞങ്ങൾ ശ്രമിക്കാറില്ല. ചെന്നിത്തലയ്ക്ക് അല്ലാതെ തന്നെ ഈ വോട്ട് വാങ്ങാതെ തന്നെ ഈ കുറച്ച് BJP വോട്ടുകൾ കൂടി കിട്ടുന്ന ആളാണ് അദ്ദേഹത്തിന്. BJPയുടെ എന്നല്ല, അദ്ദേഹത്തിന് CPMന്റെ അടക്കം ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരും പ്രവർത്തകരും അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. വലിയൊരു ആക്ഷേപമുള്ളത് ഈ CPIയുടെ കാൻഡിഡേറ്റിനെ നിയോഗിക്കുന്നത് പോലും നിങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ ഒരു സഹായം കിട്ടാറുണ്ടോ? അതങ്ങനെ സാധിക്കും? ഒരു ഇടതുപക്ഷം പോലൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് രമേശ് ചെന്നിത്തല തീരുമാനിക്കുന്നത്? അത് തന്നെ തെറ്റായ ഒരു പ്രചരണമല്ലേ? ഹരിപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം CPMഉം ഇടതുപക്ഷവും UDFും തമ്മിലാണ് മത്സരം. BJP 3ാം സ്ഥാനത്തേക്ക് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷവും ഞങ്ങളും തമ്മിലാണ്. പക്ഷെ ഇടതുപക്ഷം സൈലന്റ് ആണ്. അപ്പൊ അതിനേക്കാൾ സൈലന്റ് ആണ്, അതിനേക്കാൾ പ്രവർത്തി ഈ പറയുന്ന പോലെ പണക്കൊഴുപ്പ് മാത്രമാണ് BJPക്ക് ഇപ്പോൾ പുറമേയുള്ള അനൗൺസ്മെന്റുകൾ അല്ലെ ബോർഡുകൾ തുടങ്ങി ഇതൊക്കെ ഒട്ടിക്കുന്ന ബംഗാളികളാണ്, പാർട്ടി പ്രവർത്തകരല്ല. കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് കോൺഗ്രസിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നതും കോൺഗ്രസിന്റെ അനൗൺസ്മെന്റ് നടത്തുന്നതും എല്ലാം കോൺഗ്രസ് പ്രവർത്തകരാണ്. BJPയുടെ മുഴുവൻ ഇവിടെ ടൗണിൽ വീടെടുത്ത് 10-20ഓളം ബംഗാളികൾ നിന്ന് അവർ ഹരിപ്പാടല്ലാതെ കുട്ടനാട് നിയോജകമണ്ഡലത്തിൽ പോലും BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ശരിയാണോ? ബംഗാളികളെയാണോ നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കാൻ വെച്ചത്? ഇതിന് കൃത്യമായിട്ടുള്ള തെളിവ് തരണം ഇദ്ദേഹം. BJPക്ക് എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായിട്ടുള്ള പ്രവർത്തകരുണ്ട്, ബൂത്ത് കമ്മിറ്റിയുണ്ട്, ബൂത്തുകൾ സജീവമാണ്. അവിടെ കൃത്യമായിട്ട് പ്രവർത്തകർ സ്വയം സേവകരായിട്ട് ഇറങ്ങി പോസ്റ്ററുകൾ ഒട്ടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് BJPക്ക് ഹരിപ്പാട് മണ്ഡലത്തിലുള്ളത്. കാലങ്ങളായി ഹരിപ്പാട് മണ്ഡലം കൈയടക്കിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും ആളില്ലാത്ത ഒരു സാഹചര്യം. ഇപ്പൊ തന്നെ ഇവിടെ LDFന്റെ പ്രതിനിധി പറഞ്ഞത് BJPയും UDFുമായിട്ട് കൂട്ടുകച്ചവടമാണെന്നാണ് പറയുന്നത്.
കഴിഞ്ഞ കാലങ്ങളിൽ BJPക്ക് ഇവിടെ 17,800 വോട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ വന്നപ്പോൾ അത് 48,000 ഉയർത്തി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 30,000 മേളിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് BJPയുടെ വോട്ടിംഗ് പാറ്റേൺ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ 2011 തൊട്ട് ഇങ്ങോട്ടുള്ള വോട്ട് എങ്ങനെ വന്നത്? BJPയുടെ വോട്ടിംഗ് പാറ്റേൺ കൂടുതലാണ്. CPMന്റെ വോട്ടിംഗ് പാറ്റേൺ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത് ഇവരുടെ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ്. കഴിഞ്ഞ നിയമസഭകളിലൊക്കെ ഇവിടെ BJPയുടെ വോട്ടിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. അതാണ് ചോദ്യം. ഇത്തവണ ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഒരു ഒത്തുകളി ഉണ്ടായിരുന്നു എന്ന സൂചനയിൽ ഹരിപ്പാട് മണ്ഡലത്തിൽ എങ്ങനെയാണ് വോട്ട് കുറഞ്ഞു എന്ന് പറയുന്നത്? ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആകെ വോട്ട് വർദ്ധിച്ചൊരു സ്ഥലം ഹരിപ്പാട് മണ്ഡലമായിരുന്നു. BJPയുടെ വോട്ടിംഗ് പാർട്ടി എടുത്ത് നോക്കിയാൽ ആലപ്പുഴ ജില്ലയിൽ ഒരേ ഒരു മണ്ഡലത്തിലുള്ളൂ BJP വോട്ട് വർദ്ധിപ്പിച്ചത്, ഹരിപ്പാട് മണ്ഡലത്തിലാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 1.8% വോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കുറവാണ്. കോൺഗ്രസ് പാർട്ടിക്ക് 8% വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറവാണ്. 11% വോട്ട് BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിപ്പിച്ചു. ചെന്നൈയിലെ പലപ്പോഴും ഈ CPM-കാരൊക്കെ പരിഹസിക്കുന്നത് ട്രോൾ ചെയ്യുന്നൊക്കെ ഈ സംഘി ചേർത്തുള്ള ഒരു പേരുമൊക്കെ ആയിട്ടുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ RSS-ആയിട്ടൊക്കെ? യാതൊരു ബന്ധവുമില്ല. നമ്മൾ മനസ്സിലാക്കണം, CPIM-ന് ശക്തമായ ബ്രാഞ്ച് കമ്മിറ്റികളും ലോക്കൽ കമ്മിറ്റികളും ഉള്ള ഒരു സ്ഥലമാണ് ഹരിപ്പാട്. എന്തുകൊണ്ട് CPIക്ക് ഒരു സംവിധാനമില്ലാത്ത ഈ മണ്ഡലത്തിൽ വർഷങ്ങളായി കാലങ്ങളായി ഇപ്പൊ തന്നെ ഒരു സ്ഥാനാർത്ഥി നിങ്ങൾ നോക്കൂ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു പോപ്പുലർ ലീഡേഴ്സിനെ അല്ല ഇടുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ പോപ്പുലർ ലീഡറിനെയാണ് ഒരു യുവ നേതാവല്ലേ? അത് ജിസ്മോനെ എന്നാണ് ഹരിപ്പാടുകാർ മനസ്സിലാക്കിയത്? എന്തുകൊണ്ട് പി പ്രസാദ് രണ്ട് തവണ മത്സരിച്ചല്ലേ, ഇപ്പൊ മന്ത്രിയാണ്. ഈ അടുത്ത സമയത്തല്ലേ അദ്ദേഹത്തെ? ഇത് പോപ്പുലർ ആയിട്ടുള്ള ഒരാളേ അല്ല. 25 വർഷമായി ഹരിപ്പാടിന്റെ മണ്ണിൽ അദ്ദേഹം ഇവിടെ ഉണ്ട്. ഹരിപ്പാടിന്റെ ചാർജുകാരനായിട്ട് 1 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ഡാണാപ്പടിയിലാണ് താമസിക്കുന്നത്. സന്ദീപ് ബജസ്പതി ഹരിപ്പാടുകാരനല്ല, ഈ രമേശ് ചെന്നിത്തല ഹരിപ്പാടുകാരനല്ല. അപ്പോ ജിസ്മോനെതിരെ മാത്രം അത്ര ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ത് കാര്യം? വാജപേയിയുടെ അമ്മയുടെ വീട് പള്ളിപ്പാടാണ്. ചെങ്ങന്നൂരാണ് സന്ദീപ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ചെങ്ങന്നൂർ കോൺസെൻട്രേറ്റ് ചെയ്തു. അല്ല മനസ്സിലാക്കണം, ജിസ്മോന്റെ ഭാര്യ വീട് ഹരിപ്പാടാണ്. രമേശ് ചെന്നിത്തല കഴിഞ്ഞ 15 വർഷം മുമ്പ് തന്നെ ചെന്നിത്തലയിൽ നിന്ന് ഹരിപ്പാട്ടത്തേക്ക് വോട്ട് മാറ്റി ഇവിടെ താമസിക്കുന്ന ആളാണ്. അദ്ദേഹം 25 വർഷമായി ഹരിപ്പാട് നിയോജകമണ്ഡലത്തിന്റെ നിറസാന്നിധ്യമാണ്. ഇപ്പം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യം വേണ്ടി വോട്ട് ചോദിക്കുന്നത് വികസനം പറഞ്ഞാൽ അദ്ദേഹം 25 ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കാര്യം ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഈ രമേശ് ചെന്നിത്തല കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആവുമെന്ന് പ്രതീക്ഷിച്ചു ഭരണം കിട്ടിയാൽ അദ്ദേഹത്തിന് കിട്ടിയില്ല. ആ ഒരു നിരാശ പൊതുവിൽ ഇവിടുത്തെ ഹരിപ്പാടുകാർക്കുണ്ടോ? ഹരിപ്പാട്ടുകാര് എന്നും രമേശ് ചെന്നിത്തലയെ നെഞ്ചിലേറ്റിയവരാണ്. അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം വലിയ വിജയമായിരിക്കും ഹരിപ്പാട്. അത് മാത്രമല്ല, കേരളത്തിലെ 1-ാം നമ്പർ കാറിൽ ഹരിപ്പാട് വന്ന് അദ്ദേഹം ഇറങ്ങും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അത് ജനങ്ങൾക്കല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഹരിപ്പാട് ഐക്യജനാധിപത്യ മുന്നണി വോട്ട് ചോദിക്കുന്നത്. ഉറപ്പാണ്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഹരിപ്പാട് അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയല്ല. ഞങ്ങൾ ഹരിപ്പാട്ട് സുഹൃത്തെ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചില്ലല്ലോ. ഒറ്റ കാര്യം, ഹരിപ്പാട്ടത്തെ ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലേ? അദ്ദേഹത്തോടൊപ്പം തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മുന്നണി പ്രവർത്തകർക്ക് അദ്ദേഹം ഹൃദയത്തിലാണ് സ്ഥാനം. അതുകൊണ്ട് തന്നെ ഹരിപ്പാട്ടത്തെ ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാലും അയക്കാൻ പറ്റില്ല. ഇതൊക്കെ പക്വമായ തീരുമാനങ്ങൾ എടുക്കാൻ ശേഷിയുള്ളതാണ് ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വം. അവർ അത്തരത്തിലൊരു തീരുമാനമെടുക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ വികസനം പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല, ഇപ്പൊ നേരത്തെ ദീപു പറഞ്ഞു റവന്യൂ ടവറിന്റെ അവസ്ഥ. അന്ന് അത് കൂടാതെ ഇപ്പൊ തീരദേശത്തെ നിങ്ങൾ പറഞ്ഞ സുഹൃത്തെ, തീരദേശത്ത് സമാനതകളില്ലാത്ത വികസനമാണ് രമേശ് ചെന്നിത്തല 2011-16 കാലത്ത് ഐക്യജനാധിപത്യയുടെ കാലത്ത് നടപ്പിലാക്കിയത്. അതായത് ഞാൻ പറയാം, കേരളത്തിലെങ്ങും 100 മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന ഉപകരണങ്ങൾ സൗജന്യമായി കൊടുത്ത ഒരു MLA കൊടുത്ത സ്ഥലമുണ്ടോ എന്ന് അന്വേഷിക്കണം. 140 മണ്ഡലങ്ങളും എടുക്കണം. മാത്രമല്ല 2011-2016 കാലഘട്ടത്തിൽ ബഡ്ജറ്റിൽ അനുവദിച്ചത് കടൽഭിത്തി നിർമ്മാണത്തിന് വേണ്ടി സ്റ്റേറ്റിലാകെ അനുവദിച്ച പണത്തിന്റെ 80% കൊണ്ടുവന്ന് ഹരിപ്പാട് നിയോജകമണ്ഡലത്താണ് ചെലവഴിച്ചത്. മാത്രമല്ല 82-ൽ അദ്ദേഹം ഹരിപ്പാട് നിയോജകമണ്ഡലത്തിന് MLA ആയി വിജയിച്ചു വരുന്ന സമയത്ത് ആറാട്ടുപുഴ പഞ്ചായത്തിന്റെ തീരദേശത്ത്, ഇതൊന്നും ഇപ്പൊ വന്ന സ്ഥാനാർത്ഥികൾക്ക് അറിയത്തില്ല, അത് അവിടെ കുഴികുത്തിയാണ് വെള്ളം എടുത്തുകൊണ്ടിരുന്നത്, കുടിക്കാനുള്ള വെള്ളം. അതാകെ മാറ്റി അവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. സമീപ മണ്ഡലങ്ങളിലൊക്കെ പൊതുവിൽ വലിയ മാറ്റങ്ങൾ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം റോഡുകളിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ട്. കിഫ്ബി അടക്കമുള്ള സാധ്യതകൾ എല്ലാ MLA മാരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അത്തരമൊന്നും ഹരിപ്പാടേക്ക് കണ്ടിട്ടില്ല എന്നൊരു ആക്ഷേപമുണ്ട്.
ഹരിപ്പാട് സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ ഒരു MLA ക്ക് ചെയ്യാൻ പറ്റുന്നത് തോളോട് ഗവൺമെന്റുമായി ചേർന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലാണ് അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പൊ ഏറ്റവും അവസാനം ADB-യുടെ ഫണ്ട്, ഇപ്പൊ ഈ ഇടതുപക്ഷക്കാരും മറ്റുള്ളവരും പറയും ADB-യുടെ ഫണ്ട് അവരുടെ ശ്രമഫലമായിട്ടാണ്. പക്ഷെ ഒരു MLA കഴിഞ്ഞ ഒരു 7 മാസമായി തീരദേശത്ത് അതിന്റെ ഏജൻസിയുമായി വന്നുകൊണ്ട് ADB-യുടെ ഫണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ ബന്ധം ഉപയോഗിച്ച് അദ്ദേഹം പോയി കൊണ്ടുവന്ന ഫണ്ടാണ് 500 കോടി രൂപയുടെ ഫണ്ട്. അത് തൃക്കുന്നപ്പുഴയുടെ സുഹൃത്തെ, നിങ്ങൾ പറഞ്ഞു അല്ലല്ല, ഇതിനു മുമ്പ് 130 കോടി രൂപയുടെ പെട്രോപ്പാടിന്റെ കടൽഭിത്തി, പെട്രോപ്പാട് കടൽഭിത്തി ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ ആദ്യമായി കൊണ്ടുവന്ന രമേശ് ചെന്നിത്തലയാണ്. ഇത് കേരളത്തിൽ ആദ്യമായി പെട്രോപ്പാട് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്തിലാണ്. 110 കോടി രൂപയുടെ കടൽഭിത്തിയാണ് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നത്. വികസന നായകൻ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല. നിങ്ങൾ പോണം, ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പോയി കവർ ചെയ്യണം. 15 വർഷക്കാലമായി പള്ളിപ്പാട്ട് വാട്ടർ ടാങ്കിന് തറക്കല്ലിട്ടിട്ട് ഇന്നും വെള്ളം വന്നിട്ടില്ല. സംസാരിക്കട്ടെ. അല്ല, നിങ്ങൾ മറുപടി പറ. ഞങ്ങൾ സംസാരിച്ചപ്പോ നിങ്ങൾ മറുപടി പറഞ്ഞില്ലേ? എന്തുകൊണ്ട് പള്ളിപ്പാട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായില്ല? പറയൂ. അല്ല, നിങ്ങൾ പറയൂ. എന്തുകൊണ്ട് ആരായിരുന്നു തടസ്സം തന്നെ? നിങ്ങൾ പോകുമ്പോ നിങ്ങൾ KSRTC നിങ്ങൾ സംസാരിച്ചില്ലേ? പറയാന് പഞ്ചായത്ത് ഭരണസമിതി അതിന് ഇടങ്കോലിൽ നിന്ന് ഒരു കഥയുണ്ട്. പള്ളിപ്പാട്ട് BJP ഭരിച്ചോ? പള്ളിപ്പാട്ട് മുല്ലശ്ശേരി കളവിൽ ചോദ്യങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. ഒരിക്കലുമല്ല. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ CPM സുഹൃത്തുക്കളാണ്. ഞങ്ങളിവിടെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ അല്ലിയണ്ണ അടക്കം ദീപുചേട്ടൻ അടക്കം എവിടെ പച്ചക്കള്ളം പറഞ്ഞു? പച്ചക്കള്ളം പറഞ്ഞ് ഓട്ടി പിടിക്കുന്നത് ഇവിടുത്തെ BJP-ക്കാർ. ഹരിപ്പാട്ട് വികസനമില്ല എന്ന് പറയുമ്പോൾ ഹരിപ്പാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയത് ഇവിടുത്തെ ജനകീയനായ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അല്ല, ഞങ്ങൾക്ക് ചോദിക്കാൻ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേൾക്കാനുള്ള ശ്രമമാണ്. ഇന്ന് ന്യൂസ് 18 ഒരു പ്രോഗ്രാം വെച്ചിട്ട് അതിന് വരാനുള്ള ധൈര്യം പോലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ സമയത്ത് ഞങ്ങൾക്കിവിടെ ആരും ഭയക്കേണ്ട കാര്യമില്ല. രമേശ് ചെന്നിത്തല കണ്ടതാണ്. ഞങ്ങൾക്കിവിടെ നിങ്ങളെ ആരും ഭയക്കേണ്ട കാര്യമില്ല. അല്ലെന്നേ ആ തിരക്കിപ്പെട്ടി പോകാ ആനുകൂല്യം പറ്റിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഒന്നും KSRTC ബസ് സ്റ്റാൻഡിലോട്ട് ഒരു കാര്യം വർഗീയത പറയുന്നുണ്ട്. BJP
ഒരു കാര്യം കൂടി ഈ ഭാവി മുഖ്യമന്ത്രിക്ക് വോട്ട് ചെയ്യുക എന്ന കോൺഗ്രസ് പ്രചരണം യഥാർത്ഥത്തിൽ വോട്ടർമാരെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമാക്കില്ലേ? ഒരു തരത്തിലുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒന്നി പഴച്ചാൽ മൂന്നെന്ന് പറയും. ഈ മൂന്നിൽ പഴച്ചിട്ടും ഈ നാട് രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഹരിപ്പാട് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഈ ഇദ്ദേഹം ഈ പറയുന്ന പൊള്ളത്തരങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഈ ഹരിപ്പാട് വന്നാൽ കാണാൻ കഴിയും. എന്നും കൂടെ ഉണ്ടാകും എന്നൊരു ക്യാപ്ഷനാണ് അദ്ദേഹം വെച്ചിരുന്നത്. അതിപ്പോ അദ്ദേഹം മാറ്റു, പുതിയ ക്യാപ്ഷനോട്ട് വന്നിരിക്കുകയാണ്. ഈ നാടിന് യാതൊരു ഗുണവുമില്ല. നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഒന്ന് പോയ ഏറ്റവും പ്രധാന ഉദാഹരണമാണ്. അതാണ് വ്യക്തമാണ്. ഒരു കാര്യം വ്യക്തമാണ്. യെസ് അദ്ദേഹത്തിന് ചെയ്യാവുന്ന മാക്സിമം ആയിക്കോട്ടെ. ഒരു കാര്യം അല്ല, സമ്മതിച്ചു. ശരി. ഇദ്ദേഹം 2011 ഇവിടെ വന്ന് കരച്ചിൽ കരഞ്ഞു, ഇവിടെ MLA ആയി. ഒരു വലിയ കരച്ചിൽ കരഞ്ഞു. അന്ന് ഇദ്ദേഹം കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റും പിന്നീട് 2.5 കൊല്ലം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. അന്ന് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഇന്ന് വേറൊരു MLA ആയിരുന്നു. ഈ മണ്ഡലത്തിൽ പോലും ഇല്ലാതെ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമായിരിക്കുന്ന ഒരാള് എന്താണ് ഈ മണ്ഡലത്തിൽ? നിങ്ങൾ പറഞ്ഞു ഈ ഹരിപ്പാട് ക്ഷേത്രത്തിൽ വിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഹരിപ്പാട് ക്ഷേത്രത്തിൽ ആറാട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ വൈകാരികമായിട്ടെടുക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇവര് ഹിന്ദു സംഘടനാ നേതാക്കൾ എന്ന് പറഞ്ഞ് BJP ഉണ്ട്, കോൺഗ്രസും ഉണ്ട്. ഇവിടുത്തെ ആറാട്ട് പോക്കിനെ പരമ്പരാഗതമായി ഞങ്ങളെല്ലാം വളരെ വൈകാരികമായിട്ട് പോകുന്നതാണ്. ഈ ആറാട്ട് പോക്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ MLA എന്ത് നടപടിയെടുത്തത്? ഒരു കാര്യം വ്യക്തമാണ്. ഹരിപ്പാട്ട് രാഷ്ട്രീയ പോര് ഇഞ്ചോടിഞ്ചാണ്. യഥാർത്ഥ ത്രികോണ ചിത്രം ഇവിടെയുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് പോരിന്റെ ആളുകളുടെ അഭിപ്രായം വ്യക്തമാക്കുന്ന കാര്യം. അവിടെ ഹരിപ്പാട് ഇഞ്ചോടിഞ്ചാണ്. വീറുണ്ട്, വാശിയുണ്ട്. ഇതിൽ മുഖ്യമന്ത്രി നടക്കുന്ന ചെയ്തു എന്നൊക്കെ അതിശക്തമായ ത്രികോണ ഹരിപ്പാടിന്റെ ജനവിധി നിർണായകമാണ്. രമേശ് ചെന്നിത്തലയുടെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പായി ഹരിപ്പാടിക്ക് മാറുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് ആരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ കേരളം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.